ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരിമണൽ നൽകുന്നു, ഖനനാനുമതി നൽകുന്നു എന്നുള്ള ഒറ്റ കാര്യത്തിലാണ് ശ്രീ എം ജയചന്ദ്രൻ. എന്ത് മനസ്സിലാക്കണം? അല്ല, ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞതും ഇപ്പോൾ സുരേഷ് തോട്ടപ്പള്ളി പറഞ്ഞതും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഒരു അതിലുള്ള തർക്കങ്ങളെക്കുറിച്ച് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല മഞ്ജുഷ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ഏത് ഗവൺമെൻറ് എന്നുള്ളതല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഗവൺമെൻറ് അത് അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, നിയമാനുസൃതം എന്താണ് നടപടി എടുക്കേണ്ടത് എടുക്കട്ടെ. അതിലല്ലോ ഞാൻ ആ കാര്യത്തിലല്ലോ തർക്കിക്കുന്നത്. ഇതിനെ മറ്റ് ഒരുപാട് വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകള് ഒരുപാട് പൈസ ഉണ്ടാക്കി എന്നുള്ള നിലയിൽ പിന്നെ എന്തൊരു ബിൽഡപ്പാണ് ഇത് ഈ ചർച്ചയിൽ അടക്കം കൊണ്ടുവരുന്നത്. പക്ഷേ എന്തിനെങ്കിലും ഏതായാലും ശ്രീ എം ആർ അഭിലാഷ് അത് ഭംഗ്യന്തരാണ് സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്നാലും ധാർമ്മികത എന്നുള്ളതിനപ്പുറം സംസ്ഥാനത്തിന്റെ സമ്പത്ത് എന്നുള്ള ഇഷ്യൂയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്, കുറേശ്ശെയായിട്ടാണെങ്കിലും. അത്രയും നല്ലത്. ഇതിപ്പോ പിന്നെ ഒരു തെളിവും ഇല്ലെങ്കിലും ആരോപിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവർക്ക് ആരുടെ പുറത്തും ആരോപിക്കാം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഷോൺ ജോർജിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്ത റിലീസ്, ആ റിലീസിൽ പറയുന്ന ഒരു സെന്റൻസ്, അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതെ കേട്ടോ. പിന്നെ 2019 വരെയാണ് ഇത് നമ്മുടെ ഇൻകം ടാക്സ് അന്വേഷിച്ചതും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി CMRനെ പറ്റി ഉണ്ടായതും. എന്നാൽ അതിനുശേഷവും ചില ഗുരുതരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് പുതിയ കണ്ടൻഷനായിട്ട് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ അതിന് വേറൊരു പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പശ്ചാത്തലം വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എനിക്ക് അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമായിരിക്കണം, അത് കേരള സമൂഹം ആഗ്രഹിക്കുന്ന ഒന്നല്ലേ? അപ്പോൾ ഇതുകൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരട്ടെ. അല്ല, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ശ്രീ എം ആർ അഭിലാഷ് ഈ ചർച്ചയിൽ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് അദ്ദേഹത്തെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അതുകൊണ്ടായിരുന്നു. ഉണ്ടോ ചർച്ചയിൽ? ഉണ്ട്. ഹലോ, ചർച്ചയിലുണ്ട്. അദ്ദേഹത്തോടാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ ശ്രീ എം ആർ അഭിലാഷിനോടാണ്. ഈ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ASG അരവിന്ദ് മേത്തയാണല്ലോ ഹാജരാകുന്നത്. പിന്നെ കമ്പനീസിന് വേണ്ടി, പിന്നെ കോർപ്പറേറ്റ് അഫയേഴ്സിന് വേണ്ടി. അപ്പൊ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് എന്തോ അരവിന്ദ് കാമത്താണ്, സോറി, മറ്റേ അരവിന്ദ് ദത്താർ, അരവിന്ദ് കാമത്താണ് ASG, അരവിന്ദ് ദത്താർ വീണയ്ക്ക് വേണ്ടി. അപ്പൊ വീണയുടെ അഭിഭാഷകൻ പറയുന്നു ഇത് 1.72 കോടി രൂപയുടെ ഈ കേസ് SFIO അന്വേഷിക്കേണ്ടതല്ലോ, അത്തരം കാര്യങ്ങൾക്കാണ് SFIO ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ കാമത്ത് തിരിച്ച് ASG പറയുകയാണ്, ഇത് കേവലം 1.72 കോടി രൂപയുടെ പ്രശ്നമല്ല, ഇതൊരു സീരിയസ് എക്കണോമിക് ഒഫൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് SFIO അന്വേഷിക്കണമെന്ന് കേന്ദ്രം തീരുമാനിച്ചതെന്ന് പറയുന്നു. കോടതി അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതിയുടെ ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നതും നമ്മളത് വായിക്കുന്നതും. ഇപ്പോൾ അതുണ്ടല്ലോ. എൻ്റെ ചോദ്യം ശ്രീ അഭിലാഷ് ഇതാണ്. പിന്നെ ഈ 2023 ജൂൺ 12-നാണല്ലോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുറത്തു വരുന്നത്. നമ്മളൊക്കെ പിന്നീട് എല്ലാവരും വായിക്കുന്നത്. താങ്കൾ ലേൺഡ് കോൺസലാണ്, താങ്കൾ അത് നിയമപരമായി തന്നെ അപഗ്രഥിക്കുന്ന ആളുമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് 71 പേജുള്ള ഉത്തരവിൽ 70-ാം പേജിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ചെറിയ പാരഗ്രാഫുണ്ട്. ആ ചെറിയ പാരഗ്രാഫിൽ പറയുന്നു, ഇവർക്ക് ഈ CMRLന് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഗ്രാന്റ് ചെയ്യുന്നു. ആര്? ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. അതുകൊണ്ട് തന്നെ പെനാൽറ്റിയും ഇല്ല അവർക്ക്. എൻ്റെ ചോദ്യം അവിടെയാണ്. ഈ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ കേസിലാണ്, ഇൻകം ടാക്സ് കേസിലാണ് സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. ഇവിടെ അരവിന്ദ് കാമത്ത് അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്, 135 കോടി രൂപയുടെ ഫ്രോഡാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് അത്? ബേസ് എന്താണ്? ഇൻകം ടാക്സ്, ആദായ നികുതി വെട്ടിപ്പ് നടത്തി. ആദായ നികുതി തന്നെയാണ് അവിടെയും പ്രശ്നം. ആ വെട്ടിപ്പാണ് സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്യുന്നത് പിന്നീട് ടോട്ടലി. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു കേസിൽ CMRലിന് അല്ല, എക്സാലോജിക്കിനോ പിന്നെ KSIDCക്കോ ഇമ്മ്യൂണിറ്റി ഇല്ല, അവർ CMRൽ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ 135 കോടി കർണാടക ഹൈക്കോടതിയിൽ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നൊരു സംശയം ഞാൻ ചോദിക്കുകയാണ് ശ്രീ എം ആർ അഭിലാഷിനോട്. വളരെ അങ്ങ് ആദ്യം ഉന്നയിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഈ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്
ഈ CMRL ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നടപടികൾക്കും ഇമ്മ്യൂണിറ്റി കൊടുക്കുവാനുള്ള അധികാരം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പീനൽ പ്രൊസീഡിങ്സിനുള്ള ഇമ്മ്യൂണിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അഴിമതി നടത്തുന്നതിനെ സംബന്ധിച്ച് CBI അന്വേഷിച്ചാലോ മണി ലോണ്ടറിംഗ് സംബന്ധിച്ചുള്ള അന്വേഷണം വന്നാലോ ഒന്നും അവിടെ ഇമ്മ്യൂണിറ്റി ഇല്ല. ഒരു പരിമിതമായിട്ട് ഇമ്മ്യൂണിറ്റി മാത്രമാണ് ഈ ഉത്തരവ് വഴി കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ ഒരു നിയമപരമായിട്ടുള്ള പരിമിതിയും ഇല്ല. ഇൻകം ടാക്സ് ആക്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ തരത്തിലുള്ള പാർലമെന്ററി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കൊടുക്കുവാനുള്ള അധികാരം ബോർഡിനുണ്ട്. പക്ഷെ അവർ അതല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഉത്തരവിൽ കൊടുത്തിരിക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. 2, ഇപ്പോ ഈ 135 കോടി രൂപ ഇത്ര രാഷ്ട്രീയക്കാർക്കൊക്കെ കൈയയച്ച് ഈ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം ഒരു തരത്തിൽ അവിടെ കൺഫസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഈ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്നിരിക്കുന്ന റെയ്ഡിൽ നിന്നും സീസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിനെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CBI ആണെങ്കിലും ED ആണെങ്കിലും SFIO ആണെങ്കിലും ഒക്കെ ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവരോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാവും അദ്ദേഹം. കാരണം അദ്ദേഹം മറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഫോൾസ് ആണ് എന്നതുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റിയും ബേബി ചെയ്തതും അത് അവര് തിരിച്ചെടുക്കും. അതിനെ അർത്ഥം ഏതെങ്കിലും രീതിയിൽ ഇത് ഡിനൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ IT ഡിപ്പാർട്ട്മെന്റിലും ഇദ്ദേഹത്തിനെതിരെ പീനൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യുവാൻ കഴിയും. അപ്പൊ ഒരു തരത്തിലും മറ്റ് ക്രിമിനൽ നടപടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ SFIയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല. അപ്പൊ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കൺഫെഷന് സമാനമായിട്ടുള്ള ഒരു അഡ്മിഷൻ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ ശ്രീ ജയചന്ദ്രൻ? അത് ശരിയാണ്. ശ്രീ M. ജയചന്ദ്രൻ